ഒറ്റപ്പാലം പനമണ്ണ ഇത്തിയൻമലയിലെ കോറി പ്രവർത്തനങ്ങൾക്കെതിരെ ജനകീയ പ്രതിഷേധമിരമ്പുന്നു. കോറി പൂട്ടണമെന്ന ആവശ്യവുമായി സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം RDO ഓഫീസിന് മുമ്പിൽ ബഹുജന ധർണ സംഘടിപ്പിച്ചു. നൂറുകണക്കിന് പ്രദേശവാസികളാണ് തങ്ങളുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ പങ്കുചേർന്നത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ U. അയ്യപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെയും മനുഷ്യനെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഖനനം അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ സംവിധാനങ്ങളുടെ കൺസെന്റ് വേണം. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ജിയോളജി, മൈനിങ് ആൻഡ് ജിയോളജി, പെസോ, ഇവരുടെയൊക്കെ ലൈസൻസ് കിട്ടി അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട നഗരസഭയിൽ വരുന്നു. പ്രകാശൻ മാഷ് സംസാരിച്ചതിൽ നിന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി, ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരൊക്കെ കൊണ്ട് കടലാസ് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന. നമ്മുടെ ഭരണഘടനയുടെ 73-74 ഭരണഘടന ഭേദഗതി നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അറിയാം. ഒരു നാടിന്റെ അല്ലെങ്കിൽ അർബൻ ഏരിയയുടെ ജനങ്ങളുടെ ജീവിതം അപകടകരമായ രീതിയിലേക്ക് ആരെങ്കിലും പ്രവർത്തനം നടത്തുമ്പോൾ അത് തടഞ്ഞ് ആ നാടിനെ രക്ഷിക്കേണ്ട ആത്യന്തിക ചുമതല അതായത് പ്രാദേശിക സർക്കാരുകൾക്കാണ്. അതായത് പഞ്ചായത്തോ നഗരസഭയോ കോർപ്പറേഷനോ. വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വേദിയിലെത്തി. സമരസമിതി ചെയർപേഴ്സൺ അർച്ചന സഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കൺവീനർ N. ഷിബു, ഒറ്റപ്പാലം നഗരസഭ ചെയർപേഴ്സൺ MK ജയസുധ, പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ NK ജയരാജൻ, PMA ജലീൽ, തോമസ് ജേക്കബ്, A. സരൂപ്, AP ഉമ്മൈബാൻ എന്നിവർ സംസാരിച്ചു. കൂടാതെ ശാസ്ത്ര സാഹിത്യ പരീഷത്ത് പ്രവർത്തകൻ IM സതീശൻ, പ്രവാസി സംഘം പ്രവർത്തക K. നന്ദിനി മേനോൻ, മുൻ കൗൺസിലർ C. സഞ്ജിത്ത്, അനങ്ങനടി പഞ്ചായത്ത് മെമ്പർ പ്രദീപ് കുമാർ, PB ബാലചന്ദ്രൻ, സമരസമിതി എക്സിക്യൂട്ടീവ് അംഗം SR പ്രകാശൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ക്വാറി പ്രവർത്തനം പൂർണ്ണമായും നിർത്തലാക്കുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ജനങ്ങളുടെ സുരക്ഷയും മുൻനിർത്തി അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് സമരക്കാരുടെ ആവശ്യം. സ്കൂളെല്ലാം ഓപ്പൺ ആവാനായില്ലേ? സോ എല്ലാവരും സ്കൂളിലുള്ള പർച്ചേസിംഗിലായിരിക്കും. അപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഒറ്റപ്പാലുള്ള റോയൽ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. സോ ഇവിടെ സ്കൂൾ ബസാർ തുടങ്ങിയ കാര്യം നിങ്ങൾ അറിഞ്ഞോ? അപ്പൊ ലൊക്കേഷൻ ആരും മറക്കണ്ട, ഒറ്റപ്പാലം റോയൽ ഹൈപ്പർ മാർക്കറ്റ്.